ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ പെയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രൈമർ കഴിഞ്ഞ് അതിന് ശേഷമുള്ള പെയിൻറ്റിങ്ങിന് തൊട്ട് മുമ്പുള്ള അണ്ടർ കോട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അണ്ടർ കോട്ട് ചെയ്ത് ഗോൾഡൻ കളർ പെയിൻറ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അണ്ടർ കോട്ട് മസ്റ്റായിട്ട് ചെയ്യണം. എല്ലാ പെയിൻറ്റിനും അണ്ടർ കോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും, കാരണം കവറിങ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അണ്ടർ കോട്ട് ചെയ്യുന്നത്. പെയിൻറ്റൊക്കെ സെയിം തന്നെയാണ്, സെയിം ക്വാളിറ്റിയുള്ള പെയിൻറ്റിങ് തന്നെയാണ് വരുന്നത്. ഇത് ഗോൾഡ് വരുന്നത് കൊണ്ട് ഒറ്റ കോട്ടിൽ നമുക്ക് പെട്ടെന്ന് കവറിങ് ആയിട്ട് കിട്ടും. ഇത് നമ്മൾ ചെയ്യുന്നത് കവറിങ് വണ്ടി ഫുൾ പീസ് ആക്കിയിട്ടാണ്, ഓരോ പാർട്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാ ഏരിയയിലും പെയിൻറ്റ് എത്തിക്കാൻ പറ്റും, എല്ലാ ഡാമേജ് കാണാനും പറ്റും. കസ്റ്റമർക്ക് കൂടുതൽ ലൈഫും കിട്ടും വണ്ടി. ഈ ഒരു രീതിയാണ് നമ്മൾ കൂടുതൽ കസ്റ്റമറോട് പറയുന്നത്. ചില കസ്റ്റമർക്ക് അത് അവർക്ക് നിർത്തി അടിച്ചാൽ മതി, അത്ര ബഡ്ജറ്റിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. ഇങ്ങനെയൊക്കെ ഇതുപോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ഒരുപാട് കിട്ടും. അത് മാത്രമല്ല, ബൈക്കാകുമ്പോൾ ഒരുപാട് മെറ്റീരിയലാണ് ബൈക്കിൽ വരുന്നത്. പ്ലാസ്റ്റിക് വരുന്നുണ്ട്, ഇരുമ്പിൻ്റെ പീസസ് വരുന്നുണ്ട്, പിന്നെ ഇഞ്ചിൻ്റെത് വരുന്നത് ഇരുമ്പും അല്ല പ്ലാസ്റ്റിക്കും അല്ല, അതങ്ങ് വേറൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിനൊക്കെ സെപ്പറേറ്റ് വ്യത്യാസങ്ങളാണ്. പെയിൻറ്റിങ്ങിൽ ഒരുപോലെയല്ല, ഇതെല്ലാത്തിനും സെപ്പറേറ്റ് ചെയ്യാനുണ്ട്. പ്ലാസ്റ്റിക് ആണെങ്കിൽ ഒരു പെയിൻറ്റ് ചെയ്യാത്ത പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ആദ്യം പ്ലാസ്റ്റിക് പ്രൈമർ ഉണ്ട്, പ്രൊമോട്ടർ എന്ന് പറയും, അത് ചെയ്യണം. മറ്റേ ഇഞ്ചിൻ്റെ ഇത് ചെയ്യുകയാണെങ്കിൽ ഇരുമ്പല്ല, അതിൽ നമ്മൾ പെയിൻറ്റ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊളിഞ്ഞ് വരും. അപ്പോൾ അതിന് മുകളിൽ എപ്പോക്സി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പീസും സെപ്പറേറ്റ് രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ പീസാക്കി ചെയ്യുകയാണെങ്കിൽ അത്രയും ഉപകാരമാണ്. അതുപോലെ തന്നെ പണിയെടുക്കാനും വളരെ സിമ്പിളാണ്. മാത്രമല്ല, എത്രത്തോളം ഡാമേജ് ഉണ്ടെന്നോ. ഇങ്ങനത്തെ വണ്ടികളൊക്കെ നമ്മൾ കഴിച്ച് ചെയ്യുന്നത് കൊണ്ട് ഈ ചേസസ് നമുക്ക് പ്രത്യേകിച്ച് കാണാം. ഈ വണ്ടി ചേസൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ വെൽഡിങ് വർക്കൊക്കെ ചെയ്ത് അതൊക്കെ ക്ലിയർ ചെയ്ത് അതിൻ്റെ എല്ലാ ഡാമേജ് തീർത്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ പീസാക്കി ചെയ്യുന്നതുകൊണ്ട് ഒരു ഉപകാരം അതാണ്. നമുക്ക് ഉള്ളിൽ വരുന്ന അങ്ങനത്തെ ഈ വണ്ടികളൊക്കെ ഫുൾ ബോഡി കിറ്റ് വരുന്നതാണ്, ചേസ് അധികം കാണൂല പുറത്ത്. അപ്പോൾ അതിനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫുൾ പീസാക്കി ചെയ്യാം. അതാണ് ഏറ്റവും പോണ വഴി. അങ്ങനെ ചെറിയൊരു മെക്കാനിക്ക് ചാർജ് കൂടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുകയും ചെയ്യും. നമ്മൾ ചെയ്യുന്ന വർക്ക് അത്യാവശ്യം നല്ല വൃത്തി തന്നെ, അത്യാവശ്യം ലൈഫും കിട്ടുന്ന ലെവലിൽ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ, ബൈക്ക് ഇങ്ങനത്തെ ബൈക്കുകളാണെങ്കിൽ ഏത് ബൈക്കുകളാണ്, ബുള്ളറ്റ് നമ്മൾ കൂടുതലും പീസാക്കിയിട്ട് തന്നെ ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ബുള്ളറ്റ് അങ്ങനത്തെ ബൈക്കുകൾ ചെയ്യുന്ന വീഡിയോ പ്രത്യേകം ഇടുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും എന്തൊക്കെ ഒരു ബൈക്കിൽ വരുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണ്, എല്ലാ മെറ്റീരിയലും സെപ്പറേറ്റ് അടിക്കുന്നതിൻ്റെ പെയിൻറ്റിങ്ങിന് രീതികളുണ്ട്, അതെല്ലാം കൂട്ടിയിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. ഈ വണ്ടീൻ്റെ മെയിൻ പീസസാണ് കാണിക്കുന്നത്. ഈ ബോഡി ചേസ് എല്ലാം പെയിൻറ്റിങ് കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞു, പോളിഷിൻ്റെ വർക്കിലാണ്. ഗോൾഡൻ കളർ നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയുള്ള പെയിൻറ്റ്. നമ്മൾ കളർ പേട് വരാതിരിക്കാനും പൊളിഞ്ഞ് വരുന്നതിനൊക്കെ ഗ്യാരൻറ്റി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലിയർ അടിച്ച് പോളിഷ് ചെയ്യുന്ന മുകളിൽ ചെറിയ കട്ടിങ് ചെയ്ത് പോളിഷ് ചെയ്ത് അതിൻ്റെ മുകളിൽ വാക്സ് കോട്ടുണ്ട്, അതും അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല വൃത്തി തന്നെ ഒരു ഷോറൂം കണ്ടീഷൻ തന്നെ നമുക്ക് ആ പീസ് മാറ്റിയെടുക്കാം. ഈ പീസിൻ്റെ യഥാർത്ഥ ലുക്ക് നമ്മൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. അതായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ ലുക്ക്, വരുമ്പോൾ ഉണ്ടായിരുന്ന ലുക്ക്. പിന്നീട് ഇത് ശേഷം നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ഇതിൻ്റെ ലുക്കാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോളിഷ് ചെയ്യാൻ വേണ്ടി കട്ടാക്കി അതിൻ്റെ മുകളിൽ ക്രീം ഇട്ട് മെഷീൻ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയിൻറ്റിങ് നല്ല ബൂത്തിലിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അധികം ഡസ്റ്റ് കാര്യങ്ങളൊന്നും ബോഡിയിൽ ഉണ്ടാവില്ല. പിന്നെ പെയിൻ്റ് ഒന്ന് സ്മൂത്തായി അത് മുകളിൽ ചെറിയൊരു വാട്ടർ മാർക്ക് മാതിരി ഉണ്ടാവും, ഒരു ക്ലിയർ ഒരു ഫിനിഷിംഗ് കോർ മാതിരി ഉണ്ടാവും. അതൊരു ക്ലിയർ ചെറിയ ടോപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് പോളിഷ് ചെയ്താൽ അത് മാറും. പോളിഷ് കുറച്ച് നീണ്ടു നിൽക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് കാണിച്ചതാണ്. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിൽ വാക്സ് കോട്ട്, ഇത് വാക്സ് ആണ്, പോളിഷ് ചെയ്ത് അപ്പം തന്നെ ഇട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളത് തുടച്ചിടും. അപ്പം നല്ല രീതിയിൽ എല്ലാ ഏരിയയും പോളിഷ് ചെയ്ത പീസും, ഇത് പോളിഷ് ചെയ്യാത്ത പീസുമ്മിൽ നല്ല വാഷ് ചെയ്തിട്ട് ഇട്ടാലും നല്ല ഗ്ലേസിങ് ഒക്കെ വരും. മെയിനായിട്ട് പോളിഷ് ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ ഇടുന്നതായിരിക്കും കൂടുതൽ ലൈഫ് കിട്ടുക.
അപ്പോൾ അത് പോളിഷൊക്കെ കഴിഞ്ഞ് ശേഷം അതിൻ്റെ വാക്സ് ഇട്ട് തുടച്ച് കൊണ്ടിരിക്കുകയാണ്. തുടച്ച് കഴിഞ്ഞാലുള്ള ആ ബോഡിൻ്റെ ലുക്ക് നമുക്ക് കാണാം. എല്ലാ പീസും ഇതുപോലെ ചെയ്യുന്നുണ്ട്, ഒരു പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. എല്ലാ ബോഡി പീസും ഒരുപോലെ തന്നെ ഒരേ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ലുക്ക് നമുക്ക് കാണാം. പോളിഷ് ചെയ്ത് മൊത്തം നല്ല ഫിനിഷിങ് ലുക്ക് തന്നെ. ഇതിൻ്റെ മുന്നത്തെ ലുക്ക് ഞാൻ സൈഡിലായിട്ട് കാണിച്ചു തരാം. നല്ല വൃത്തി തന്നെ. അത് മെറ്റാലിക്കാണ് ഒരു കാണിക്കുന്നത്. കണ്ട് സൈഡിലുള്ള ഒരു പാച്ച് വർക്ക് എടുത്ത ശേഷമുള്ളൊരു ഫോട്ടോ ആണ് കണ്ടത്. ഓക്കെ, താങ്ക് യു.